ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നമ്മൾക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 8 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം പഠിച്ചത്. 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, 1-2 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് 9-ാം വാക്യം ഞാനിന്ന് ആദ്യമായിട്ട് 9, 10, 11 വാക്യങ്ങൾ വായിക്കാം. അവിടെ ഫിലിപ്പിയർക്ക് വേണ്ടി പൗലോസിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. 1-ന്റെ 9, 10, 11. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ 4 വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആദ്യത്തത് അവരുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അതെങ്ങനെയാ വർദ്ധിച്ചു വരേണ്ടത്? സകല പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. 2, ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. 3, ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമാകണം. 4, യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം. ഒന്നാമത് നമ്മൾ പറഞ്ഞത് അവരുടെ സ്നേഹം വർദ്ധിക്കണം. സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. അത് എപ്പോഴും വർദ്ധിച്ചു വരണം. ആ സ്നേഹം ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത അത് നിത്യമാണ്, അത് ഏറ്റക്കുറച്ചിലില്ലാത്ത സ്നേഹമാണ്. പക്ഷെ മനുഷ്യരുടെ സ്നേഹം എന്ന് പറയുന്നത് അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന സ്നേഹമാണ്. ദൈവജനം തന്നെ പറയുന്നുണ്ട്, ചിലരുടെ സ്നേഹം തണുത്തു പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തണുത്തു പോകുന്നതാണ്. നമുക്ക് കൂടുതൽ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കും, കഷ്ടങ്ങളിൽ നമ്മൾ തള്ളിക്കളയും. ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ സ്നേഹം. ഇവിടെ പറയുന്ന ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം എന്നാണ് പറയുന്നത്. നമ്മൾ പൗലോസിന്റെ കാര്യം തന്നെ എടുത്താൽ പൗലോസിന്റെ ജീവിതമാണ് പൗലോസി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തടവറയിലായിരുന്നിട്ടും തനിക്ക് കഷ്ടമുണ്ടായിരുന്നിട്ടും തൻ്റെ കഷ്ടങ്ങൾ പരിതപിക്കാതെ അത് താൻ കാരണമല്ല, ക്രിസ്തുവിന്റെ സുവിശേഷ സംബന്ധമായുള്ള കഷ്ടങ്ങൾ അല്ലേ, താൻ കുറ്റം ചെയ്തുകൊണ്ടല്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവരെ എന്താ പറയുന്നത് കുറ്റം ചുമത്താനും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായി സംഭവിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ലാതെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തിന് യാതൊരു കുറവുമില്ല പൗലോസിന്റെ അല്ലേ. കഷ്ടങ്ങളിലും സന്തോഷിക്കുകയും മറ്റുള്ളവരെ സന്തോഷിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആ ഒരു സ്നേഹം, ആ പൗലോസിന്റെ സ്നേഹം അങ്ങനെ വർദ്ധിച്ചു വരുന്ന സ്നേഹം. എല്ലാ പ്രശ്നങ്ങളിലും സ്നേഹം കൂടി വന്നുകൊണ്ടിരിക്കും. നമ്മൾ തെസ്സലോനിക്കയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്. അവളോട് പറയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം പെരുകി വരികയാണ്. അപ്പം സ്നേഹം പെരുകി വരണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതായിരിക്കരുത് ദൈവമക്കളുടെ സ്നേഹം. ഓക്കെ. എന്നിട്ട് അവരുടെ സ്നേഹം എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത്? മേൽക്കുമേൽ എങ്ങനെ? പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിക്കണം. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ തികഞ്ഞ ജ്ഞാനം. ഹൃദയപൂർവ്വം ഉറ്റ് സ്നേഹിക്കുക, നല്ല മനസ്സാക്ഷിയോടെ സ്നേഹിക്കുക, എന്ത് പ്രശ്നങ്ങൾ വന്നാലും തള്ളിക്കളയാത്ത സ്നേഹം. അത് നമ്മൾ പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹം അല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന സ്നേഹം, ആ സ്നേഹം ആ പരിജ്ഞാനത്തിൽ വളരണം. പിന്നെ സകല വിവേകത്തിലും ആ ഉള്ളിലുള്ള സ്നേഹം പ്രവൃത്തിയിലാക്കുക. അതാണ് വിവേകം. ആ സ്നേഹം പ്രവൃത്തിയിലാക്കുക, ആവശ്യം മനസ്സിലാക്കി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. സ്നേഹമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് മാത്രമല്ല, ആവശ്യം മനസ്സിലാക്കി നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ സഹായിക്കുക. അത് എന്താകട്ടെ, സാമ്പത്തിക സഹായമാകട്ടെ, ഒരു നേരം കൂടിയിരിക്കുന്ന സഹായമാകട്ടെ, ഒരു ഫോൺ കോൾ ആകട്ടെ, നമ്മുടെ ഇച്ചിരി സമയമാകട്ടെ, അങ്ങനെ നമ്മുടെ ഇച്ചിരി ആരോഗ്യം, അങ്ങനെ ഏത് കാര്യത്തിലും സഹായിക്കണം. ചിലർക്ക് എല്ലാവർക്കും സാമ്പത്തികമായി സഹായിക്കാൻ കഴിയത്തില്ലായിരിക്കും, പക്ഷെ നമുക്ക് മറ്റു കാര്യങ്ങൾ നമുക്ക് സഹായിക്കാനായിട്ട് കഴിയും.
സുഖം രോഗമായി കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലേ? അങ്ങനെ ഓരോ തരത്തിലും നമ്മൾ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണം. എന്നിട്ട് അവരുടെ സ്നേഹം എങ്ങനെ വർദ്ധിക്കണം? പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് അവർ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുമാറാകണം. രണ്ടാമത്തെ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഡിസേൺ വാട്ട് ഈസ് ബെസ്റ്റ്. നമ്മൾ പറഞ്ഞു നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ഏറ്റവും നല്ലതും തമ്മിൽ തിരിച്ചറിയാനാണ് ബുദ്ധിമുട്ട്. നല്ലതിൻ്റെ എതിരാളിയാണ് നല്ലതെന്ന് പറയുന്നത്. പക്ഷെ നല്ലതിൻ്റെ എതിരാളി ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പം ആ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. പൗലോസ് പറഞ്ഞത് അത്യുത്തമമായത് തിരഞ്ഞെടുക്കുക. കാരണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നാം ഈ നല്ലതായി കാണുന്ന ചിലതൊന്നും നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ നല്ലതാണെന്നും വിലയേറിയതാണെന്നും നമുക്ക് തോന്നുന്നത് അത് നിത്യതയ്ക്ക് പ്രയോജനം ഇല്ലാത്തതായിരിക്കാം. അപ്പൊ ഏതാണ് നല്ലതെന്നും അത് നിത്യതയിലേക്കും ദൈവത്തിന്റെ നാമമഹത്വത്തിനാക്കി പ്രയോജനകരമായി തീരുന്നതും എന്നും അറിഞ്ഞ് വിവേചിക്കണം. എന്നാ പരിജ്ഞാനവും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭേദാഭേദങ്ങളെ വിവേചിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്ത ഇനി രണ്ടാമത്തായിരുന്നു നമ്മൾ കഴിഞ്ഞ അടുത്തത്. ഇനി അവരെ അങ്ങനെ ചെയ്താൽ അവരുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് അവർ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുമാറാകണമെന്നും അങ്ങനെ ചെയ്താൽ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആകുവാനായിട്ട് കഴിയും. അപ്പൊ ഇതൊരു പ്രോഗ്രസീവ് പ്രയറാ അല്ലേ? അത് വർദ്ധിച്ചു വരുന്ന പ്രാർത്ഥന. ഇനി നമുക്ക് ആ മൂന്നാമത്തതിലേക്കൊന്ന് പോകാം. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ച ഇല്ലാത്തവരുമാകുക. ക്രിസ്തുവിന്റെ നാൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിന് മുമ്പ് നമ്മൾ പഠിച്ചതായിരുന്നു. അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് എല്ലാവരും നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന പലതും ചിലപ്പം നിത്യതയിലേക്ക് പ്രയോജനമുള്ളതാകുകയില്ല. ഇവിടെ പറയുന്നു നിങ്ങൾ ആ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ തികച്ചിട്ട് അത് ക്രിസ്തുവിന്റെ നാളിലേക്ക് ഇടർച്ചയില്ലാത്തവരും നിർമ്മലന്മാരുമായിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ പ്രവൃത്തി ക്രിസ്തുവിന്റെ നാളിലേക്ക് പ്രയോജനമുള്ളതായി തീരണം. ആകിയാൽ വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ പ്രവർത്തിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു എല്ലാ പ്രവൃത്തിയും ശോധന ചെയ്യും. നമ്മുടെ മനോഭാവം ശോധന ചെയ്യും, ചിന്തകളെ ശോധന ചെയ്യും, പ്രവൃത്തികളെ ശോധന ചെയ്യും, നമ്മുടെ ഉദ്ദേശശുദ്ധിയെ ശോധന ചെയ്യും. ചിലർ സഹായം ചെയ്യുന്നത്, ചില വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർ മുമ്പിൽ പുകഴ്ചയ്ക്കായിരിക്കും. പക്ഷെ കാണുന്നവർക്ക് വിചാരിക്കും ഇത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഉദ്ദേശശുദ്ധിയെ കൂടെ ദൈവത്തിന്റെ നാളിൽ അല്ലെ ക്രിസ്തുവിന്റെ നാളില് ശോധന ചെയ്യപ്പെടും. നമ്മൾ 2 കൊരിന്ത്യർ 5:10 കാണുന്നുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ആ ക്രിസ്തുവിന്റെ നാളിൽ ശോധന ചെയ്യപ്പെടും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പൗലോസിന് നല്ലൊരു ബോധ്യമുണ്ട്. എല്ലാ പ്രവൃത്തികളും ശോധന ചെയ്യപ്പെടും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നിർമ്മലന്മാർ എന്ന് പറയുമ്പോൾ സിൻസിയർ, ഇടർച്ചയില്ലാത്തവർ എന്ന് പറയുമ്പോൾ ബ്ലെയിംലെസ്, വിത്തൗട്ട് ഒഫൻസസ്. ഇനി നിർമ്മലന്മാരാകുക, നമുക്കാവുന്ന ചിന്തിക്കാം. നിർമ്മലന്മാരാകുക, സിൻസിയർ ആകുക. അപ്പൊ പക്ഷെ സിൻസിയർ ആകുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇടർച്ചയില്ലാത്തവരും ആകുക. മറ്റുള്ളവർക്ക് എന്താ പറഞ്ഞ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആകാതിരിക്കുവാൻ ശ്രമിക്കുക. അപ്പം സിൻസിയർ മീൻസ് ജെനുവിൻ, ട്രാൻസ്പെറന്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നിർമ്മലൻ. ഈ സിൻസിയർ എന്ന വാക്ക് സിന്നും സിറയെന്നും പറയുന്ന 2 പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. സിൻ പ്ലസ് സിറെ. സിൻസിയർ എന്ന വാക്കിന്റെ അർത്ഥം സൂര്യപ്രകാശത്തിൽ
ടെസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ്. സൂര്യപ്രകാശത്തിൽ പരിശോധിക്കപ്പെട്ടത്. സൺ സൺ ടെസ്റ്റഡ് എന്നാണ്. എന്ന പുരാതന കാലത്ത് വില കൂടിയ മൺപാത്രങ്ങളൊക്കെ സൂര്യപ്രകാശത്തിൽ വച്ച് ക്രാക്സ് ഉണ്ടോ അല്ലെങ്കിൽ പൊട്ടലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. അതുകൊണ്ടാണ് സൺ ടെസ്റ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. സൂര്യപ്രകാശത്തിൽ വെച്ച് ക്രാക്ക് കണ്ടുപിടിക്കും. നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആപ്പിളൊക്കെ ആണെങ്കിൽ വാക്സ് തേച്ചതായിരിക്കും. നമ്മൾ നല്ല മിനുസമുള്ളതൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വരും. വീട്ടിൽ വന്ന് ഒന്ന് കഴുകി ഒന്ന് ചെത്തി ഒന്ന് അതിനെ ഒന്ന് മുറിച്ചു നോക്കുമ്പോൾ എങ്ങനെ അറിയാം? അത് ചിലപ്പം 2, 3, 4 മാസങ്ങൾക്ക് മുമ്പുള്ളതായിരുന്നായിരിക്കാം, അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞ സിൻസിയർ, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. പലതും കാണിച്ചു കൂട്ടുമായിരിക്കാം, പക്ഷെ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നാളുണ്ട്. ക്രിസ്തുവിന്റെ നാളിൽ ടെസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം. വേറൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറഞ്ഞ കാറ്റിൽ പേറ്റിയെടുത്തത്. നമുക്കറിയാം, കാറ്റിൽ വീശിയെടുക്കുന്നത് പതിരും നെല്ലും എല്ലാം മാറ്റി മാറ്റി കിട്ടുമെന്നുള്ളത് പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെ ഉള്ള നമ്മൾ നിർമ്മലന്മാർ, മാലിന്യമില്ലാത്തവരായിരിക്കണം. നമ്മുടെ മുഖം ഒന്നും അകം രണ്ടും ആയിരിക്കരുത്. അകവും പുറവും ഒരുപോലെ ആയിരിക്കണം. അപ്പൊ ഇന്റേണൽ റൈച്ചസ്നെസ്സിനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പെറന്റ് ഇൻ എവറിതിങ്. നമ്മുടെ മനസ്സാക്ഷികൾ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, നമ്മുടെ ഡോക്ട്രിൻസിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, നമ്മുടെ ഫിനാൻസിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, നമ്മുടെ വിഷൻ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, നമ്മുടെ ഉദ്ദേശങ്ങൾ എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയെന്നല്ല, ദൈവത്തിന്റെ മുമ്പിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ട്രാൻസ്പെറന്റ് ആകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ സിൻസിയറായി കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വരും, അല്ലേ? പക്ഷെ അതല്ല, ദൈവത്തിന്റെ നാളിലാണ് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യപ്പെടുന്നത്. നമ്മൾ പറയില്ല, അഗ്നിജാലയ്ക്കത്തുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ. കണ്ണുള്ള ദൈവമാണ് ആ ദൈവത്തിന് മുമ്പിൽ സകലവും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു, അവന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചായിരുന്നു, 1 കൊരിന്ത്യർ ലേഖനത്തില് പറഞ്ഞിരുന്നു, എല്ലാ പ്രവൃത്തികളും ശോധന ചെയ്യപ്പെടുന്ന, തീനാൽ ശോധന ചെയ്യപ്പെടുന്ന ഒരു അവസരമുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒരുത്തൻ പണിത പ്രവൃത്തി വെന്തുപോകുന്ന അവസരമുണ്ട്, ചിലത് നിലനിൽക്കുന്നതുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അതെല്ലാം ശോധന ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ഓരോരുത്തരും ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇടർച്ചയില്ലാത്തവർ, ബ്ലെയിംലെസ്, വിത്തൗട്ട് ഒഫൻസസ്. 1 കൊരിന്ത്യർ 10:32 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവർ ആക്കണം എന്ന് പറയുന്നത്. ആ ഒരു 3 വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. യഹൂദന്മാരും യവനന്മാരും ക്രിസ്തുസഭ ഉണ്ടാകുന്നതിന് മുമ്പ് യവനന്മാരും യഹൂദന്മാരും മാത്രമേ ഉള്ളായിരുന്നല്ലേ? പക്ഷെ മൂന്നാമതൊരു വിഭാഗം കൂടെ ചേർക്കപ്പെട്ട ക്രിസ്തുസഭ. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ ലോകത്തിലെ എല്ലാ ജനതയും കൂടി 3 തരത്തിലാണ് നമുക്ക് അങ്ങനെ വിഭാഗിക്കാൻ ഒക്കുന്നത്. ആർക്കും ഇടർച്ചയില്ലാത്തവരായി തന്നെ ഒരു മനുഷ്യനും നാം ഇടർച്ച ഉള്ളവരായി തീരരുത്. എല്ലാവർക്കും ഇടർച്ചയില്ലാത്തവരായി നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു, ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയൊന്നും ആകാൻ പോകണ്ട, നാം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിൽക്കുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ രക്ഷയിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്നതായിരിക്കണം. യോബ് തന്റെ സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞത്, തന്നെ ആശ്വസിപ്പിക്കാൻ വന്നവർ, അവരോട് പറഞ്ഞ എന്താ, വ്യസനിപ്പിക്കുന്ന വൈദ്യന്മാരെന്നാണ് പറഞ്ഞത്. ചിലപ്പം നമ്മുടെ ആശ്വാസം ചിലപ്പം ദുഃഖകാരണമായി തീരരുത്. വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ഓരോ കാര്യങ്ങളിലും നാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ആർക്കും ഒരു വിധേനയും ഇടർച്ച ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരരുത്. റോമലേഖനം 14:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വായിച്ചു പോകാം. നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവായ ദൈവമാ. അതുകൊണ്ട് നാം എല്ലാവരും അന്യോന്യം സഹോദരന്മാരാണ്, ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ആർക്കും ഇടർച്ച ആയി തീരരുത്.
റോമർ 14:10 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല നീ സഹോദരനെ ധിഖരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. നാം മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരരുത്. നാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണം. നമ്മുടെ പ്രവൃത്തികളും ഉദ്ദേശങ്ങളും എല്ലാം ശോധനയും ഒരു ദിവസം വരും. ദൈവത്തിന് നാമവചനം പറയുന്നു, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇവരെന്നെ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആകുന്നു എങ്കിൽ അടുത്ത പ്രാർത്ഥന, അടുത്ത വിഷയം യേശു ക്രിസ്തുവിലാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം. അതെന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരും ആയി തീരണം. നീതിഫലം, നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവർ അവരുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ട് അവര് പരിജ്ഞാനത്തിലും, അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുമാറാകും. അതുപോലെ തന്നെ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയി തീരുകയാണെങ്കിൽ യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരും. അപ്പൊ ഇത്രയും കാര്യമുണ്ടെങ്കിൽ നമുക്ക് നീതിഫലം നിറഞ്ഞവരായി തീരുവാനായിട്ട് കഴിയും. ബീയിങ് ഫിൽഡ് വിത്ത് ഫ്രൂട്ട്സ് ഓഫ് റൈറ്റ്യസ്നെസ്. ഇപ്പം നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായാൽ നീതിഫലം നിറഞ്ഞവരായി തീരും. നീതിഫലം എന്ന് പറയുന്നത് നീതീകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഫലങ്ങളാണ്. ക്രിസ്തുവിനാൽ നീതീകരണം ലഭിച്ചവരിൽ ഉണ്ടാകുന്ന ഫലമാണ് നീതിഫലം എന്ന് പറയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പോവുകയാണെങ്കിൽ ക്രിസ്തുവിനാൽ ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിൽ വസിക്കുന്നതിനാൽ ആണ് ഫലം കായ്ക്കാനായിട്ട് കഴിയുന്നത്. അത് വെറുതെ എന്താ പറയുക, അടർന്നു പോകുന്ന ഫലമൊന്നുമല്ല, എന്നേക്കും നിലനിൽക്കുന്നതും വർദ്ധിക്കുന്നതുമായ ഫലമാണ്. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 15-4 മുതലുള്ള വാക്യങ്ങൾ. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പം വസിച്ചാൽ, ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ നീതിഫലം എന്ന് പറയുന്നത്. അനേകം നീതിഫലങ്ങൾ വചനത്തിലുടനീളം പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആത്മാവിന്റെ ഫലം. നമുക്കറിയാം എന്തുവാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് നമ്മിൽ തന്നെ ഉണ്ടാകുന്ന സംഭവമാണോ? ഒരിക്കലുമല്ല. ഇത് ക്രിസ്തുവിൽ നിലനിൽക്കുന്നത് മൂലം. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൽ വസിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഫലമാണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. വസിച്ചാൽ മാത്രമേ ഫലം കഴിക്കാനൊക്കത്തുള്ളൂ. ക്രിസ്തുവിൽ വസിക്കാതെ ഉണ്ടാകുന്ന ഫലങ്ങളൊന്നും നിലനിൽക്കുകയില്ല. ഈ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്ന ഫലമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിനെ പ്രാക്ടിക്കൽ ഹോളിനെസ് എന്ന് പറയാം. നമ്മൾ പലപ്പോഴും പല രീതിയിലും ഫലം കായ്ക്കുന്നവരാണ്. നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു, ദൈവം നമ്മിൽ പ്രവർത്തിച്ചു, ഇപ്പോൾ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു, നമ്മിലൂടെയും ദൈവം പ്രവർത്തിക്കും. അപ്പൊ ഇവിടെ നമ്മിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു, പാപത്തിൽ നമ്മെ വീണ്ടെടുത്തു, ദൈവരാജ്യത്തിലാക്കി, ഇപ്പൊ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ആത്മാവിന്റെ ഫലമെന്ന് പറയുന്നത്. അത് ദൈവം പ്രവർത്തിക്കുന്നതിനാലാണ് ഉണ്ടാകുന്നത്. ആത്മാവിന്റെ ഫലം നമ്മളിലും സന്തോഷം നൽകും, മറ്റുള്ളവരിലും സന്തോഷവും സമാധാനവും നൽകും. കാരണം നമ്മോട് ദേഷ്യം വരുന്നവരോട് നമ്മൊന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാകും, അല്ലേ? ഇല്ലേ? പട്ടികൾ കടി കൂടുന്നത് പോലെ ഒരാൾ ഇങ്ങോട്ട് വരുമോ മറ്റൊരാളും അങ്ങോട്ട് തന്നെ മിണ്ടിക്കൊഴുന്തി എന്ന് കഴിഞ്ഞ് രണ്ട് കൈയും കൂടെ ചേർത്തടിച്ചാലേ
ശബ്ദമുള്ളല്ലേ? അപ്പൊ അതുപോലെ ആത്മാവിന്റെ ഫലം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിനൊന്നും ആം, ചെവി കൊടുക്കാനോ അതുപോലെ തന്നെ എല്ലാ ശബ്ദങ്ങൾക്കും പ്രതികരിക്കാനോ നാം ചെയ്യുകയില്ല. ഇതിനകത്ത് ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവമുണ്ട്. അത് ആ ഇന്ദ്രിയ ജയമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ ചിലപ്പം പറയും എന്താ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇന്ദ്രിയ ജയം വേണം. അതൊന്നും അല്ല, അതും ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ നാവ്, ബാക്കി ഹൃദയം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നാം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യമായിട്ട് നിയന്ത്രിക്കേണ്ട എവിടെ? നാവിനെയാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അവിടെ ആത്മാവിന്റെ ഫലം, നമ്മളിലെ നീതിഫലം നിറഞ്ഞവരായിട്ട് ഇന്റേണൽ ഹോൾനെസ്, നമ്മളിലാണ് ഫലം. മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഫലം ആദ്യം നമുക്ക് ആ ഫലം കായ്ക്കുന്നത്. രണ്ടാമതായിട്ടൊരു ഫലം പറയാൻ കഴിയുന്നത് നമ്മളിലൂടെ ദൈവം, ഞാൻ പറഞ്ഞല്ലോ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുക. എഫെസ്യർ 2:10 ഇങ്ങനെ പറയുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ദൈവം നമ്മെ നിർമ്മിച്ചത് തന്നെ സൽപ്രവൃത്തികൾക്കായിട്ടാണ്. നമ്മൾ എഫെസ്യർ ലേഖനം പഠിച്ചപ്പോൾ അതെല്ലാം പറഞ്ഞു നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കും അല്ലെ. ആ നമ്മളുടെ ശരിക്കും ഉണ്ടാകുന്ന ഈ ആത്മാവിന്റെ ഫലം തന്നെ മറ്റുള്ളവർക്കും അത് ഒരു പ്രയോജനകരമായി തീരും. നമുക്കറിയാം വൃക്ഷം ഫലം കായ്ക്കുന്നത് അതിനു വേണ്ടിയല്ല അല്ലേ? വൃക്ഷം ഫലം കായ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെയും നമ്മൾ കായ്ക്കുന്ന ഫലങ്ങൾ മറ്റുള്ളവർക്കും പ്രയോജനകരമായി തീരണം. ദൈവം നമ്മിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് മറ്റുള്ളവർക്കും നമുക്കും ഒരുപോലെ പ്രയോജനകരമായി തീരണം. ഇവിടെ മൂന്നാമത്തെ ഫലം എന്ന് പറയുന്നത് വിന്നിങ് സോൾ, നമ്മള് നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടിയെടുക്കാനുള്ള ഫലം. ഇപ്പോഴിപ്പം നമുക്കറിയാം പൗലോസിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എവിടെയാ പൗലോസ് ഇപ്പോഴേ? ആ സന്ദർഭത്തിലും തൻ്റെ കഷ്ടതയിലും പ്രയാസങ്ങളിലും തൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ വചനം പറയുകയും അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുകയും, ഇവൻ പടയാളികളെ പോലും ക്രിസ്തുവിന് വേണ്ടി നേടുന്ന പൗലോസിനെ കാണുന്നത് വിന്നിങ് സോളം. നാലാമത് ഒരു ഫലം അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ, ഹൃദയത്തിൽ സന്തോഷവും അങ്ങനെ ആത്മാവിന്റെ ഫലമുണ്ടെങ്കിൽ ദൈവത്തെ സകലത്തിലും സ്തുതിക്കാനായിട്ട് കഴിയുമല്ല. ദൈവത്തെ സ്തുതിക്കണം. സകലത്തിനും ദൈവത്തിന്റെ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാവുന്നു, അവൻ എന്നേക്കും മഹത്വമാമേൻ. കഷ്ടതയിലും സന്തോഷിപ്പാനും സ്തുതിപ്പാനും കഴിയുന്ന പൗലോസിനെ നോക്കിയേ. ആദ്യം തന്നെ ഫിലിപ്പിയിലെ തടവറയിലായിരുന്ന ഫിലിപ്പിയിൽ അങ്ങോട്ട് ചെന്ന് ഒരാളോട് സുവിശേഷം പറഞ്ഞതേ ഉള്ളൂ. 2-3 പേരൊക്കെ ആയതേ ഉള്ളൂ. രണ്ടാമത്തെ ആളായപ്പോഴത്തേക്ക് എവിടെ പോയി? തടവറയിൽ പോയി. അവിടെ നിന്ന് പൗലോസും ശിലാസും എന്തോ ചെയ്തത്? ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്തിനാ? തടവറ മാറിപ്പോനാണോ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? അല്ല, ആ ഹൃദയത്തിന്റെ അകത്തു നിന്നുള്ള സന്തോഷത്തിൽ നിന്നുണ്ടായ അല്ലേ ആ ഒരു സ്തോത്രമാ, ദൈവത്തോടുള്ള സ്തോത്രമായിരുന്നു. നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, സ്തോത്രം ചെയ്യുമ്പോൾ പാടിയാലും തടവറയും ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. ഇല്ല, ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴാനല്ല സ്തോത്രം ചെയ്യുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് സ്തോത്രം ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ വിചാരിക്കുമോ ഇപ്പൊ ഒന്നും വലിയ സ്തോത്രം ചെയ്യാനൊന്നും കാര്യമില്ല. നോക്കിയാൽ എല്ലാ ഓരോ ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്താൽ സ്തോത്രം ചെയ്യാതിരിക്കാനായിട്ട് ഒന്നുമില്ല. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നു, നിങ്ങൾ ലഭിച്ചു എങ്കിൽ ലഭിച്ചതല്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അല്ല, നമുക്ക് ലഭിച്ചതായല്ല, ജീവൻ പോലും പലപ്പോഴും അപകടത്തിലാകാവുന്ന അവസ്ഥയിലായിരുന്നു അല്ലേ? നമുക്ക് ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ എല്ലാ അവസ്ഥയിലും ബാക്കിയോട്ട് നോക്കിയാൽ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ പൗലോസ് പറഞ്ഞു തീരാത്ത ദാനത്തിനായി സ്തോത്രം അല്ലേ? സ്തോത്രം ചെയ്യാനല്ലാതെ, ദൈവത്തിന് സ്തോത്രം ചെയ്യാനല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല. സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും സന്തോഷത്തിനും സന്താപത്തിനും പൗലോസ് പറയുന്ന തടവുറയ്ക്കും സ്തോത്രം ചെയ്യണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിനും തടവറയ്ക്കും നമ്മുടെ ബന്ധനങ്ങൾക്കും എല്ലാം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ നാം വിചാരിക്കാം, എന്നെ തകർക്കാനാണ്. അല്ലെന്നേ, ഇതെല്ലാം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ ആ ഓരോ സകലവും ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരണം.
നമ്മൾ എഫേസ്യ ലേഖനം 3:20-21 പറയുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത്? എല്ലാം നാം ചോദിക്കുന്ന എനിക്ക് അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശിലും എന്നേക്കും തലമുറ തലമുറയിലും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം വരണം. എല്ലാത്തിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. നീതിഫലം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ദൈവത്തിന് മഹത്വം വരും. നീതിഫലം പുറപ്പെടുവിക്കാത്തവരാ ദൈവത്തെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എല്ലാ നീതീകരണത്തിന്റെ ഫലമായി നമ്മൾ ഉണ്ടാകുന്നത് ആ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുകയും വേണം. 4 കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞ. അനേകമുണ്ട്. ആത്മാവിന്റെ ഫലം, അതുപോലെ തന്നെ സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് വിന്നിങ് സോൾസ്, നഷ്ടപ്പെട്ടവരെ നേടുന്നത്. നാലാമത്തെ അധരഫലമെന്ന് സ്തോത്രയാകട്ടെ. നീതിഫലം നിറഞ്ഞവരായി തീരണം. അത് കുറച്ചല്ല, നിറഞ്ഞവരായി തീരണമെന്നാ പറയുന്നത്. അത് എന്തിനു വേണ്ടി ആയിരിക്കണം? ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തീരണം. അപ്പൊ ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന അവരുടെ സ്നേഹം, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സ്നേഹം, നമ്മുടെയും പ്രാർത്ഥന ഇതായിരിക്കും. അത് കഴിഞ്ഞതാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇപ്പോൾ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അല്ലെ? നമ്മുടെ സ്നേഹം നേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം സ്നേഹം മേൽക്ക് മേൽ വർദ്ധിച്ചു വരും, പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നാൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുമാകും, ഇടർച്ചയില്ലാത്തവരാകും, നിർമ്മലന്മാരാകും. ആ ക്രിസ്തുവിന്റെ നാളിലേക്ക് ആ നിർമ്മലന്മാർ ഇടർച്ചയില്ലാത്തവരുമായി നീതിഫലം, ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരും എന്നും അവിടെ പറയുന്നു. നീതിഫലം നിറഞ്ഞ് എന്നതിന്റെ അടയാളം എന്താ? എങ്ങനെയാ മനസ്സിലാകുന്നത്? നമുക്കറിയാം, അനേകർ പല പ്രവൃത്തികൾ ചെയ്യുന്നവരാ അല്ലേ? പലരും സമാധാനത്തിൽ ചെയ്യുന്നവരുണ്ട്, ശാന്തമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നമ്മളൊന്ന് നോക്കിയേ, മുന്തിരിവള്ളി കൊമ്പിൽ വസിച്ചിട്ടുള്ളതെ ഫലം കായ്ക്കയില്ല എന്നൊക്കെ പറയുമ്പം ഈ മുന്തിരിവള്ളിയിൽ മുന്തിരിവള്ളിയിൽ ആ കൊമ്പ് നിൽക്കുന്നത് മൂലം ആ ഫലം കായ്ക്കുന്നത്. അപ്പൊ ഈ കൊമ്പ് ഫലം കായ്ച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ടോ, ഞാൻ ഫലം കായ്ച്ചെന്ന്? ഇല്ല, അത് മുന്തിരിവള്ളിയിൽ നിന്നുള്ള ജീവരസമാണെന്ന് അത് അറിയാം, അതുകൊണ്ടാ ഉണ്ടായെന്നല്ലേ? അതുപോലെ തന്നെ ക്രിസ്തുവിൽ വസിക്കുന്നവരും ശാന്തമായി ചെയ്യുന്നവരുടെ ഫലമാണ് നീതിഫലം എന്ന് പറയുന്നത്. വെറുതെ ആർഭാടങ്ങളും ആർഭാടമല്ല, ബഹളങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നത് അത് നീതിഫലമല്ല. അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഉള്ളതാണ്. അത് നമുക്ക് മനസ്സിലാകും. കാരണം കൊമ്പിൽ വസിക്കുമ്പം ഫലം പുറപ്പെടുവിക്കുമ്പോൾ ശബ്ദവും വെളിച്ചവും ഒന്നും കാണത്തില്ല. അത് തന്നെത്താൻ ഉണ്ടാകുന്നത്, അത് കൊമ്പിൽ വസിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന. അതുപോലെ തന്നെ ദൈവത്തിൽ വസിക്കുന്നവർ ശബ്ദവും ബഹളവും ഒന്നും ഉണ്ടാക്കാനേ പോകുന്നില്ല. ദൈവം തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി വിശ്വസ്തയോടെ ചെയ്യുന്നതായിരിക്കും നീതിഫലം നിറഞ്ഞവരായി തീരുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഇവിടെ 12 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലെ പോളിന്റെ ജീവിതം, അല്ലെങ്കിൽ എനിക്ക് ഭവിച്ചത്, ഇതിന്റെ മെയിൻ ഒരു വിഷയം എന്ന് പറയുന്നത് എനിക്ക് ഭവിച്ചത്. എന്തോ ഇപ്പം പോളിന് ഭാവിച്ചിരിക്കുന്ന ബന്ധനങ്ങളല്ലേ? അപ്പൊ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അപ്പം പോളിന് സംഭവിച്ചതെല്ലാം, പോളിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ വ്യാപനത്തിന് കാരണമായി തീർന്നു. അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ വ്യാപനം, ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ, അത് സുവിശേഷം വ്യാപരിക്കാനായിട്ട് കാരണമായി തീർന്നു. 12 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. 1:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് തൻ്റെ ബന്ധനങ്ങൾ, തൻ്റെ ചെയിൻസ് എങ്ങനെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. രണ്ടാമത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 15 മുതൽ 19 വരെയുള്ള കാര്യങ്ങൾ തൻ്റെ വിമർശകർ അത് എങ്ങനെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിരുന്നു, ക്രിട്ടിക്സ്. മൂന്നാമത് അവിടെ പറയുന്നത്
ആം, പ്രതികൂലങ്ങളും സാഹചര്യങ്ങളും തൻ്റെ സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ തൻ്റെ ക്രൈസിസ് എങ്ങനെ ആം, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ 12 മുതൽ 14 വരെയുള്ള കാര്യങ്ങൾ തൻ്റെ ചെയിൻസ്, 15 മുതൽ 19 വരെയുള്ള കാര്യങ്ങൾ തൻ്റെ ക്രിട്ടിക്സ്, 20 മുതൽ 15 മുതൽ 19 വരെയുള്ള കാര്യങ്ങൾ, പിന്നെ 20 മുതൽ 24 വരെയുള്ള കാര്യങ്ങൾ തൻ്റെ ക്രൈസിസ് എങ്ങനെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അഭിവൃദ്ധി, ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ, ആ വർധനത്തിന് കാരണമായി തീർന്നു. പോൾ ഇപ്പൊ എവിടെയാ? റോമിലെ കാരാഗൃഹത്തിലായിരിക്കുന്നു. എങ്ങനെയായിരിക്കുന്നു? വിധികാത്ത് കിടക്കുകയാണ്. എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, പടയാളികളാൽ ബന്ധിതനായി ഇരിക്കുകയാണ് ചെയ്തത്. പോളിന്റെ ഒരു കയ്യ് മറ്റൊരു പടയാളിയുടെ കൈയുമായിട്ട് ചെയിനുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ. ഒരു പ്രിസൺ ലൈഫ് അല്ലെങ്കിൽ ഒരു തടവറ ജീവിതം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? സാധാരണയായിട്ട് കോപം, ക്രോധം, കയ്പ്, വൈരാഗ്യം, പക, പിന്നെ എന്തോ പറയുന്നത്, ചിലപ്പം തടവ് ചാടാനുള്ള ഡിപ്രഷൻസ്, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ ആ ഒരു സ്വഭാവങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ പൗലൂസിന്റെ ജീവിതത്തിൽ അതൊന്നും അല്ല ഉണ്ടായത്. അത് തനിക്ക് പ്രയോജനകരമായി പൗലൂസ് എടുത്തു പറയണം, അത് എനിക്ക് ഭവിച്ചത് ആ ചങ്ങലകൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അപ്പം തൻ്റെ തടവറ തന്നെ ഒരു കാര്യത്തിലും നിരുത്സാഹപ്പെടുത്തിയില്ല. തൻ്റെ ലിമിറ്റേഷൻസിലേക്കല്ല പൗലോസ് നോക്കിയത്. തന്നിലൂടെ ഈ ലിമിറ്റേഷൻസ് തനിക്കുണ്ടെങ്കിലും ആ ലിമിറ്റേഷൻസിൽ എങ്ങനെ ദൈവത്തിന്റെ നാമമഹത്വത്തിനും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും കാരണമായി തീരും എന്നാണ് പൗലോസ് അവിടെ നോക്കിയത്. ഒരു വേദപഠിതാവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൗർഭാഗ്യം കൊണ്ട് ലഭിച്ച ഭാഗ്യമാണ് പൗലോസിനുണ്ടെന്ന്. ദൗർഭാഗ്യം കൊണ്ട് ലഭിച്ച, കാരണം തൻ്റെ കുറ്റം കൊണ്ടല്ലാതെ താൻ കഷ്ടം അനുഭവിച്ച. അപ്പം ചിലർ പറയുന്നതായിരിക്കും, ആ തടവൊക്കെ വരുന്ന ക്രൂരന്മാർക്കും നിഷ്ഠുരന്മാർക്കും ഒക്കെ ഉള്ളതല്ലേ. അങ്ങനെയൊന്നും അല്ല. പൗലൂസിന് സംഭവിച്ച സുവിശേഷ മൂലമാണ് ഉണ്ടായത്. തൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ല സംഭവിച്ചത്. എന്നിട്ടും തൻ്റെ ആ അനുഭവം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാനായിട്ട് നമുക്ക് ബൈബിളിലുടനീളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധനങ്ങൾ ദൈവത്തിന്റെ നാമമഹത്വത്തിനും മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കും ഒക്കെ കാരണമായി തീർന്ന അനേക സംഭവങ്ങൾ കാണുവാനായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ കാണുമ്പോൾ നമ്മൾ ജോസഫിനെ കാണുന്നുണ്ടല്ലേ. സഹോദരന്മാരാണ് ജോസഫിനെ കൊടുത്തത്, മിസ്രൈമ്യ കൊടുത്തത്. അപ്പൊ ആ വാണിജ്യക്കാർക്ക് കൊടുത്ത് അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരു 13 വർഷം ജോസഫ് തടവറയിലാവുന്നുണ്ടല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ദ്രോഹം വിചാരിച്ച് ദൈവമേ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ ഗുണമാക്കി തീർത്തു അല്ലേ. അപ്പൊ ആ തടവറകളും ആ ബന്ധനങ്ങളും ഒക്കെ ആ ക്ഷാമത്തിൽ ജനത്തെ മിസ്രൈമിലേക്ക് കൊണ്ടുപോകാനൊക്കെ കാരണമാക്കി തീർന്നു. അനേകർക്ക് രക്ഷ വരുത്തുവാനായിട്ട് അത് കാരണമായി തീർന്നു. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കഷ്ടതകളിലും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. അത് നാം മനസ്സിലാക്കണം. ജോസഫ് അവിടെ ഇരുന്നുകൊണ്ട് കരയുകയും പറയുകയും ഒന്നും അല്ല ചെയ്തത് അല്ലേ. അത് ദൈവത്തിന്റെ നാമമഹത്വത്തിനാണെന്നതും മനസ്സിലാക്കുവാനും തൻ്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിനാണെന്ന് മനസ്സിലാക്കിയല്ലേ. അതുകൊണ്ട് സഹോദരന്മാർ യോസഫിനോട് പറഞ്ഞെങ്കിലും അവരോട് നിങ്ങളൊന്നും അല്ല ഇത് കാരണമായത്, ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ജോബിന്റെ ജീവിതം, ജോബ് പറയുന്ന 10 മക്കളും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒരു ദിവസം തന്നെ ഒരു ശവപ്പെട്ടിയിലായി കഴിഞ്ഞപ്പോഴേ അന്ന് കണ്ടുകൊണ്ട് എപ്പോഴും പൗലോസ് എന്നാ വരുന്നത്. യോബ് പറയുന്ന എന്താ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അതും നമ്മുടെ ഈ സാഹചര്യങ്ങൾക്ക് ഒരു വിറ്റ്നസ് ആക്കാണ്. ഇന്നും അനേകർക്ക് അത് വിറ്റ്നസ്സാ ജോബിന്റെ ജീവിത സാഹചര്യം അല്ലേ. അനേകർക്കും
അത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത് ദൈവമാ. അത് ദൈവം അറിയാതെ അല്ല ഒന്നും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെയാണ്. അനേകം സാഹചര്യങ്ങൾ, അനേകം വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെ പോവുകയാണെങ്കിൽ ഇതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമർ 8:28 അറിയാല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം പലരും ദുഷ്ടത പ്രവർത്തിക്കും, ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കും, അല്ലേ? പലരുടെയും ദുഷ്ടത കൊണ്ടാണ് പലരും കഷ്ടം അനുഭവിക്കുന്നത്. പക്ഷെ അതെല്ലാം ദൈവം ആം, നന്മയ്ക്കാക്കി തീർക്കുക. പക്ഷെ നമ്മൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരുടെ ഉപതകളും നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വരാമായിരുന്നു, അല്ലേ? പല സമയത്തും ദൈവം അതിനെ തടഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ദൈവം അത് തടയത്തില്ല. ദൈവം നമ്മെ അതിൽ കൂടെ കടന്നു പോകുവാനായിട്ട് അനുവദിക്കും. അത് അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കുക, സകലവും നന്മയ്ക്കാക്കി. മറ്റുള്ള ദുഷ്ടത പ്രവർത്തിക്കുന്നത് പോലും ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കും. നമ്മളെ ജോസഫിന്റെ ജീവിതത്തിൽ നോക്കിയ സഹോദരന്മാർ ദുഷ്ടതയാ പ്രവർത്തിച്ചല്ലേ, അസൂയ കൊണ്ട് പ്രവർത്തിച്ചതാ അവിടെ. അത് പക്ഷെ എന്തുമായി തീർന്നു? അവർക്ക് തന്നെ അത് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. എല്ലാ ദുഷ്ടതയും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ദുഷ്ടതയാണെങ്കിലും എന്താണെങ്കിലും കഷ്ടമാണെങ്കിലും സങ്കടമാണെങ്കിലും മറ്റുള്ളവർ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചതാണെങ്കിലും ഇതെല്ലാം ദൈവം നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കും. എന്ത് ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാലും നമുക്ക് പറയാൻ കാണുന്ന ഒരു കാര്യമേ ഉള്ളൂ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കഴിയുകയില്ല. ഏതും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്ന സമയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മരണത്തിന്റെ അവസ്ഥകളാകാമെന്ന് കഴിയാറുണ്ട്. ഇപ്പൊ ഒന്നൊന്നും നോക്കിയാലേ, ദൈവമേ, അന്ന് ആ രോഗത്തിൽ ഞാൻ ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ദൈവത്തെ കൂടുതലായി അറിയാൻ. സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞു, ഞാൻ കഷ്ടതയിലായത് നല്ലതായി, എനിക്ക് നിന്റെ ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളെ പഠിക്കാനായിട്ട് ഇത് കാരണമായി തീർന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള അനുഭവങ്ങളിലൊക്കെ ചിലപ്പം നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം അനുവദിക്കുന്നതാണ്. അത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് കൈ തീരണം. അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമായി തീരണം, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരണം. പൗലോസ് തടവിലായി കഴിഞ്ഞാൽ സുവിശേഷ പ്രചരണത്തിനൊക്കെ തടസ്സമായി തീരുമെന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. പക്ഷെ ആ ധാരണയ്ക്ക് വിരോധമായി അത് അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൗലോസിന്റെ കൈസരുടെ അരമനയിലുള്ളവർ സുവിശേഷം അറിയുവാനായിട്ട് കാരണമായി തീർന്നു. നമ്മൾ ഫിലിപ്പിയ പട്ടണത്തിൽ ആദ്യ സമയത്ത് തന്നെ തടവറയിലായതിനു ശേഷം കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് കാരണമായി തീർന്നു. അത് എന്തുകൊണ്ടാണ്? പൗലോസ് അവരും അവരുടെയൊക്കെ ചങ്ങലയൊക്കെ പൊട്ടി പോയപ്പോഴേ അവരവിടെ തന്നെ നിന്നല്ലേ. അത് കണ്ടിട്ട്, ആ ധൈര്യം കണ്ടിട്ടായിരിക്കും ആ കാരാഗ്രഹ പ്രമാണിയൊക്കെ ദൈവത്തിലെ അറിയുവാനായിട്ട് ഇടയായി തീർന്നുണ്ട്. നമുക്കറിയാം, ഈ കാരാഗ്രഹ ലേഖനങ്ങൾ 4 പൗലോസിനാൽ എഴുതി കിട്ടിയതല്ലേ. തടവറയിലായിരുന്നത് കൊണ്ടാണ് നമുക്കത് കിട്ടുവാനായിട്ട് കാരണം തന്നെ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും ദൈവത്തിന്റെ ഭാഗമാകുവാനും ഈ കാരാഗ്രഹ ലേഖനങ്ങൾ ഇടയായി തീർന്നു. അപ്പൊ എല്ലാ പൗലോസിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. നമ്മൾ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കട്ടെ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും സൂക്ഷിക്കും. കഷ്ടതയുടെയും നെടുവീർപ്പുകളുടെയും നടുവില് സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു സാമീപ്യമാണ് അവിടെ പൗലോസിന് അനുഭവപ്പെട്ടത്. ചിലപ്പോൾ അത്രയും കഷ്ടതയില്ലായിരുന്നെങ്കിൽ പൗലോസിന് ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ കഴിയുമായിരുന്നില്ല. നമുക്കറിയാം നമ്മുടെ കഷ്ടതയുടെ സാഹചര്യങ്ങളിൽ ആ ദൈവത്തിന്റെ ആ സാമീപ്യം അറിയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ, എൻ്റെ കഷ്ടതയൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, ഇവിടെയും ഞാനൊരു വലിയ സകല ബുദ്ധിയെയും കവിയുന്നൊരു മഹാസമാധാനം അനുഭവിക്കുന്നു എന്നുള്ളതല്ലേ. അപ്പം തന്നെ ഒരിക്കലും ഒരു കാരണങ്ങളും തനിക്ക് ഭവിച്ചത്, അല്ലേ, അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് മാത്രമാണ്. അത് ഒരിക്കലും തന്നെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചില്ല. തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ ദുരന്തങ്ങളും അനുഗ്രഹമായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും എല്ലാം അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും വരാൻ സംഭവിക്കുന്നുണ്ടെങ്കിലും അതും ദൈവത്തിന്റെ നാമമഹത്വത്തിനും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും കാരണമായി
തീർന്നു. അപ്പം നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കഷ്ടങ്ങളൊക്കെ വരുന്നാലും ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോയാലും അത് നന്മയ്ക്കായി വ്യാപരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവർക്കും ആശ്വാസകരമായി തീരണം, മറ്റുള്ളവർക്കും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കാരണമായി തീരണം. നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്ന പൗലോസിന്റെ ബന്ധനങ്ങളിൽ അവർ ധൈര്യം പൂണ്ടിട്ട് ഭയം കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിപ്പാനായിട്ട് കാരണമായി തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ പൗലോസിന്റെ ബന്ധങ്ങൾ കണ്ടിട്ട് അവർക്കും ഭയം, തടവറയിലായിരിക്കുന്നു. അപ്പൊ എന്തുവാ അവരിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടത്? ഭയമല്ലേ? പക്ഷെ അവരതല്ല, അവർ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനായിട്ട് കഴിയാതെന്ന. അപ്പം പൗലോസ് തൻ്റെ കഷ്ടങ്ങൾക്ക് അധികമായി തനിക്കൊരു പ്രതിഫലം വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധമുണ്ട്. നമ്മൾ ആ ഭേദാഭേദങ്ങളെ തിരിച്ചറിയും. നല്ലതും ഏറ്റവും നല്ലതും നമ്മൾ തിരിച്ചറിയണം. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഭയങ്കര, ആ കടൽ കൂടെയും കരയിൽ കൂടെയും വണ്ടികളും ഒന്നും ഇല്ലാത്ത സ്ഥലത്തിലൂടെയൊക്കെ യാത്ര ചെയ്തായിരുന്നു അനേകം സമയമെടുത്ത്, മാസങ്ങളെടുത്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ആയി പോകേണ്ടത്. വളരെ ശ്രമകരമായ അവസ്ഥയിലായിരുന്നു. ഇന്നത്തുള്ളത് പോലെ ഇന്റർനെറ്റോ മറ്റുള്ള നാവിഗേഷൻസോ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന സമയം. അന്ന് കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ചൊക്കെ ആയിരുന്നു കപ്പലുകളൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ചിലപ്പോൾ ഒരു ഷോറിൽ നിന്ന് ബൈ പറഞ്ഞ് പോകുമ്പോൾ തിരിച്ചെത്തുമോന്ന് പോലും ഇല്ല. ഒന്നും എന്താ പറയുക, ഒരു ഹോപ്പില്ലാത്ത അവസ്ഥയിൽ അവർ പോകുന്നത്. അവസാനം എന്തുവായി തീരും എന്ന് അറിയാൻ വയ്യ, തിരിച്ചു വരുമെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് അങ്ങനെ പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോഴേ പൗലോസ് തടവുകാരനായിട്ട് കൊണ്ടുപോയത് അവിടെ കപ്പൽ ചേർത്തിൽ അകപ്പെടാനായിട്ട് ഇടയായി തീർന്നല്ലേ. അവിടെ അകപ്പെട്ടപ്പോൾ അവര് 14 ദിവസം സൂര്യനെ കാണാതെ ആഹാരമൊന്നും കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടും കർത്താവ് പൗലോസിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നീ ഈ കപ്പലിലുള്ളവരെ എല്ലാം എൻ്റെ ജീവനെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന പറഞ്ഞു. പക്ഷെ അവര് രക്ഷപ്പെട്ടു എന്ന് എവിടാ? ഒന്നും അറിയാത്ത, ആരും അറിയാത്ത ഒരു ദ്വീപിലേക്കാ അല്ലേ. ആ ദ്വീപിൽ ചെന്നപ്പം എന്തുവാ, ആ ദ്വീപ് മുഴുവൻ ദൈവത്തെ അറിയുവാനായിട്ട് കാരണമായി തീർന്നു. എനിക്ക് ഭവിച്ചത് എൻ്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു അല്ലേ. ഓരോ കാര്യങ്ങളും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പൊ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഇച്ഛിക്കുന്നു. ഇനി തനിക്ക് ഭവിച്ചത് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. 13-ാമത്തെ വാക്യം, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ തുനിയുകയും ചെയ്തു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തനിക്ക് ഭവിച്ചത് എന്തുവാ അതിനവിടെ പറയുന്നത്? തൻ്റെ ബന്ധനങ്ങൾ, തൻ്റെ ചെയിനെ കുറിച്ചാണ് പറയുന്നത്. അത് അകമ്പടി പട്ടാളത്തിലൊക്കെ എല്ലാവർക്കും അറിവായി വന്നു. അതുപോലെ തന്നെ സഹോദരന്മാർ ഭയം കൂടാതെ ധൈര്യത്തോടുകൂടി ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ കാരണമായി തീർന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പൗലോസിന്റെ ബന്ധനങ്ങൾ, ആ ചെയിൻസ് ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാകുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ഒരു കുറ്റവാളിയായിട്ടോ ഉപദ്രവിയായിട്ടോ നിയമലംഘിയായിട്ടോ അല്ല പൗലോസ് തടവറയിലായത്. സുവിശേഷ നിമിത്തമാണ് താൻ തടവറയിലായി തീർന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസിനെ വന്ന് കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നല്ലേ. കൂലിക്കെടുത്ത വീട്ടിലാണ് താമസിച്ചത്. അപ്പൊ അനേകർ അവിടെ വന്നും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പൗലോസ് മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ തൻ്റെ ബന്ധനങ്ങളിൽ നിരുത്സാഹനായിട്ട് ഇരിക്കുകയോ ഒന്നും അല്ല ചെയ്ത്, സന്തോഷത്തോടെ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുക ചെയ്ത്. അതുകൊണ്ട് തൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുമെന്ന് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു. നമുക്കറിയാം, പൗലോസ് പലപ്പോഴും റോമയിലേക്ക് സുവിശേഷവുമായി പോകുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ തനിക്ക് ഭവിച്ചത് ആണ് റോമയിലേക്ക് പോകുവാനായിട്ട് കാരണമായി തീർന്നത്. പൗലോസ് ഒരു എന്താ പറയുന്നത്, ഒരു സ്വതന്ത്ര സുവിശേഷകനായിട്ടാണ് റോമയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചത്. നമുക്ക് റോമക്കാർക്ക് ലേഖനം എഴുതുമ്പോഴെല്ലാം പല ഭാഗങ്ങളിലും പറഞ്ഞു, 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് റോമയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു തടവുകാരനായിട്ട് പോകാനല്ല, കയ്യിൽ ചെയിനായിട്ട് പോകാനല്ല പൗലോസ് ആഗ്രഹിച്ചത്. പക്ഷെ ഇവിടെ പോയത് സ്വതന്ത്ര സുവിശേഷകനായിട്ടല്ല പോയത്, തടവുകാരനായിട്ടാണ് പോയത്. റോമർ 1:15 വായിച്ചു നോക്കിയാലേ,
അങ്ങനെ റോമിലുള്ള നിങ്ങളോടും അവിടെ പറയുന്നുണ്ട്, ബർബരന്മാർക്കും യവനന്മാർക്കും ബുദ്ധിഹീനർക്കും ജ്ഞാനികൾക്കും ഞാൻ കടക്കാരനായിരിക്കുന്നു. അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പ് എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് ലംഘന ബന്ധനങ്ങൾക്ക് വേണ്ടിയാണ് ഒരുങ്ങിയിരുന്നത് അല്ല. താൻ സ്പാനിയയിലേക്ക് പോകുമ്പോൾ റോമയിൽ ചെന്ന് അവിടെ അവരെ കാണുവാനായിട്ട് ആഗ്രഹിച്ചിരുന്ന 9 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ടല്ലേ. അതൊന്ന് വായിക്കാം. റോമർ 1:9 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. പൗലോസ് ബന്ധനങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? അല്ല, സ്വതന്ത്രനായി ആ റോമയിൽ പോയി അവരോട് സുവിശേഷം അറിയിപ്പാൻ പ്രാർത്ഥിച്ചുകാരിക്കുക. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, 12ഉം 13 ഒക്കെ നമുക്കറിയാം, അവർക്ക് ഫലമുണ്ടാകണം, അവരിൽ വരമുണ്ടാകണം. എന്നിട്ട് എന്ന് പറയുന്നുണ്ട്, 13ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ സഹോദരന്മാർ, എനിക്ക് ശേഷം ജാതികൾ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ലേഖനത്തിന്റെ അവസാന 15ാം അധ്യായത്തിന്റെ ഇടഭാഗങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും ഭാവിച്ചു, ഇതുവരെ മുടക്കം വന്ന് ഇനി എനിക്ക് അധികം ദിക്കുകൾ പോകാനായിട്ട് അധികം ദിക്കുകളിലൊന്നും ഈ ദിക്കുകളിലൊന്നും അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇനി സ്പാനിയയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ പക്ഷേ പൗലോസ് വിചാരിച്ചതുപോലെ അല്ല അവിടെ പോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവത്തിന്റെ ഹിതം വേറൊന്നായിരുന്നു. തടവുകാരനായിട്ട് പൗലോസിനെ അവിടെ അയക്കാനായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ഇവിടെ പറയുന്നുണ്ട്, അകമ്പടി പട്ടാളത്തിലൊക്കെ ചിലപ്പം പൗലോസ് സ്വതന്ത്ര സുവിശേഷനായി പോയി കഴിഞ്ഞാൽ പൗലോസ് കൈസറുടെ അരമനയിലുള്ളവരാരും സുവിശേഷം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അല്ലേ. അപ്പൊ ഇവിടെ തനിക്ക് ഭവിച്ചത് എല്ലാ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ ബന്ധങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിൽ ഒക്കെയും അല്ലെ എല്ലാവരും പറയുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം പൗലോസിനെ കർത്താവ് വിളിച്ചതല്ലേ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്, അവിടെ പറയുന്ന തന്നെ ആദ്യമേ വിളിച്ചപ്പോഴേ കർത്താവ് എന്നാ പറഞ്ഞത്? ജാതികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി സുവിശേഷം അറിയിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണെന്ന പൗലോസിനോട് പറഞ്ഞത്. പക്ഷെ അതുവരെ എങ്ങും പോയില്ല. ഇപ്പം തടവോടുകൂടിയാണ്, അല്ലെ ബന്ധനങ്ങളോട് കൂടിയാണ് ആ കാരാഗൃഹത്തിൽ അല്ലെങ്കിൽ റോമ ഗവൺമെന്റ് അരമനയിലൊക്കെ പോകാനായിട്ട് ഇടയായി തീർന്നത്. അവരോട് രാജാക്കന്മാരൊക്കെയും അല്ലെങ്കിൽ ഭരണാധികാരികളൊക്കെയും സുവിശേഷം അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന്റെ വഴികൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ദൈവത്തിന്റെ വഴികളാണ് ഉത്തമം എന്ന് പറയുന്നത്. ഇനി തൻ്റെ ചെയിൻസ് താനെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഒരു മാർഗമായി ഉപയോഗിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഇപ്പോൾ ഈ ഓരോ പൗലോസിനെ കൂടെ കയ്യിൽ ബന്ധനത്തിൽ ചെയിൻസിൽ കണക്ട് ചെയ്യപ്പെട്ടിരുന്ന ആ പടയാളികളെന്ന് പറഞ്ഞാൽ ഓരോ 6 മണിക്കൂറും പോലും തവണ മാറി വരുന്നവരാണ്. അവിടെ 6 മണിക്കൂറിന്റെ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഓരോ 6 മണിക്കൂറിലും വരുന്ന ആൾക്കാരെ ആലോചിച്ച് നോക്കിയാൽ ഒരു ദിവസം 4 പേരോട് സവിശേഷം അറിയിക്കാൻ പൗലോസ് ഇങ്ങനെ കാത്തിരിക്കുക. ഒരാൾ മാറി ഇങ്ങനെ വരുന്നതനുസരിച്ച് തനിക്ക് തൻ്റെ ബന്ധനങ്ങളിലെ പരിതപിക്കാതെ, അതിനകത്ത് അനിഷ്ടം കാണിക്കാതെ, പിറുപിറുക്കാതെ ആ ഓരോ വരുന്ന പടയാളിയോടും സുവിശേഷം അറിയിക്കുക. തനിക്ക് കിട്ടിയ സന്ദർഭങ്ങൾ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി പൗലോസ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. വീട്ടുകടങ്കിൽ ചിലപ്പം എന്താ പറയുന്നത്, ആ തടങ്കലില് നേരത്തെ ആണെങ്കിൽ പൗലോസ് കൂടാരപ്പണിയൊക്കെ ചെയ്തിട്ടായിരുന്നു സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ഇപ്പം ഫുൾ ടൈം മിനിസ്ട്രിയാ പൗലോസിന് അല്ലേ. 24 മണിക്കൂറും പൗലോസിന് സുവിശേഷം അറിയിക്കാൻ തടവറയായതുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് നോക്കത്തില്ലായിരുന്നു അല്ലേ. അപ്പം ജോലി ചെയ്തിട്ട് ബാക്കിയുള്ള സമയമായിരുന്നു സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ എന്താ പറയുന്നത്, സിനഗോഗിലൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് പേരെ കാണത്തുള്ളായിരുന്നു അല്ലേ. വെളിയിൽ പോയാലും പലരും കേൾക്കാതെ പോകുമായിരുന്നു. ഇപ്പം വരുന്നവരോട് മുഴുവനും പൗലോസിന് സുവിശേഷം പറയാം. ആരും പോകത്തില്ല. പടയാളി കയ്യെ കെട്ടിക്കിടക്കുക. ഇപ്പൊ ഒരിക്കലും പോകത്തില്ല. പറഞ്ഞ് നല്ലോണം പറയാമായിരുന്നല്ലേ. അതുകൊണ്ട് പൗലോസിന്റെ മുഴുവൻ സമയവും പൗലോസ് സുവിശേഷത്തിനായി ഉപയോഗിച്ചു. ആദ്യമൊക്കെ അറിയാത്തവരായിരിക്കും വരുന്നത്. പിന്നെ ഉള്ളവര് പൗലോസിന്റെ ആകാംക്ഷയോടെ വരുന്നത്, പൗലോസിന്റെ ബൈബിൾ സ്റ്റഡി കേൾക്കാനായിട്ട് അല്ലേ. പൗലോസ് പഠിപ്പിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അത് കേൾക്കുവാനായിട്ട് വരുന്നവര് ഇങ്ങനെ ഉണ്ടായിരുന്നു.
റോമ ഗവൺമെന്റ് അകമ്പടി പട്ടാളം, അകമ്പടി പട്ടാളം എന്ന് ഇവിടെ പറയുന്നത് ഇംഗ്ലീഷ് പറയുന്ന പ്രോട്ടോറിയൻ ഗാർഡ് എന്നാ പറയുന്നത്. പ്രോട്ടോറിയൻ ഗാർഡ് എന്ന് വെച്ചാൽ റോമ ചക്രവർത്തിയുടെ കൊട്ടാരം എന്നാണ് അതിന്റെ അർത്ഥം. പ്രോട്ടോറിയൻ എന്ന് പറഞ്ഞ റോമ ചക്രവർത്തിയുടെ ആ ഒരു അരമനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 4-ാം അധ്യായത്തിലും പറയുന്നുണ്ട് കൈസറുടെ അരമനയിലുള്ളവരൊക്കെ. അപ്പൊ അവിടെയുള്ള പടയാളികളൊക്കെ ഓരോരുത്തരായി അവിടെ തവണ മാറി വരുന്ന സമയത്ത് അവരോട് സുവിശേഷം അറിയിക്കുവാനും പൗലോസിന് തന്റെ തനിക്ക് ഭവിച്ചത്, തന്റെ ബന്ധനങ്ങൾ, തന്റെ ചെയിൻസ് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി തീർന്നു. അത് പരക്കുവാനായിട്ട് കാരണമായി തീർന്നു. തടവറയുടെ കയ്പിലും സങ്കടത്തിലും ഒക്കെ ആയിരിക്കേണ്ട സമയത്ത് മറ്റുള്ളവരോട്, തനിക്ക് കിട്ടുന്നവരോട് അല്ലെങ്കിൽ തന്റെ അടുത്ത് വരുന്നവരോട് സുവിശേഷം അറിയിപ്പാനായിട്ട് കാരണമായി തീർന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് എങ്ങനെയാ കാരണമായി തീർന്നത്? പൗലോസിന്റെ അടുത്തേക്ക് അനേകർ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ എപ്പഫ്രാത്തോസ് വന്നിരിക്കുകയാണ്. ഈ എപ്പഫ്രാത്തോസിന്റെ കയ്യിലാണ് ഫിലിപ്പി ലേഖനം കൊടുത്തയച്ചേക്കുന്നത്, അല്ലെ? അതും അവരുടെ ആത്മീയ വർധനയ്ക്ക് കാരണമായി തീർന്നു. അത് ഇന്നും നമ്മുടെ ആത്മീയ വർധനയ്ക്ക്, നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആത്മീയ വർധനം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും കാരണമായി തീർന്നു. അപ്പം പൗലോസിന്റെ ചെയിൻസ് എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നാണ് പറയുന്നത്. നമ്മള് ഫിലോമോന്റെ അടിമയായിരുന്ന ഓനേസിമോസ് പൗലോസിന്റെ അടുക്കൽ ചെല്ലുവാനും താനെ സുവിശേഷം അറിയുവാനും ക്രിസ്തുവിനെ അനേകർ, പേര് പറയാത്ത അനേകർ തന്നെ പൗലോസിനെ സുവിശേഷം അറിയുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പൊ ദൈവം നമ്മൾ മനുഷ്യർ തിന്മയെന്ന് തോന്നുന്നതിനെ ദൈവം നന്മയാക്കി തീർക്കുന്നുണ്ട്. നമ്മള് റോമലേഖനം 11-ന്റെ 33 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നെവിടെ ആഴമേ, അല്ലെ? ദൈവത്തിന്റെ ന്യായവിധി എത്ര അപ്പുറമേ, അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാരെ? കർത്താവിന് ആരിലും മുമ്പേ എന്തെങ്കിലും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിച്ചാൽ അവനാലും അവങ്കിലേക്ക് വന്ന് അവനെ നന്നേക്കും മഹത്വം ആമേൻ. സകലവും ദൈവത്തിന്റെ കൃപയാലാണ്. നമുക്ക് ദുഃഖമെന്ന് തോന്നുന്നതും അതിനെ നല്ലതിനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പൊ അകമ്പടി പട്ടാളത്തിലുള്ളവരും സുവിശേഷം അറിയിക്കുവാനായിട്ട് കാരണമാണ്. എന്റെ ബന്ധനങ്ങൾ എനിക്ക് ഭവിച്ചത്. ഇവ അകമ്പടി പട്ടാളത്തിലുള്ളവരും എന്താ പറയുക, നമ്മൾ 4-ാം തീയതി പറഞ്ഞ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു എന്നാ പറയുന്നത്. അവിടെ ഉള്ളവരും, അവിടെയും വേണമെങ്കിൽ ഒരു ചെറിയ സഭ അവിടെ പൗലോസിനാൽ രൂപീകരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്ന് കാണും. ഓക്കെ, ഇനി അടുത്തത് ഒന്നും കൂടെ നമുക്ക് ചിലപ്പം പറഞ്ഞു. 14-ാമത്തെ വാക്യം, സഹോദരന്മാർ മിക്ക പേരും, ഇവിടെ എനിക്ക് ഭവിച്ച എന്റെ ബന്ധനങ്ങൾ അകമ്പടി പട്ടാളത്തുള്ളവർക്ക് സുശേഷം അറിയുവാൻ കാരണമായി തീർന്നു. ഇനി സഹോദരന്മാർ മിക്ക പേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരുന്നു. ഇനി പൗലോസ് ബന്ധിക്കപ്പെട്ടതിന്റെ, തന്റെ ചങ്ങലയിൽ സംഭവിച്ച രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയാന് മറ്റുള്ള വിശ്വാസികളും ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ കാരണമായി തീർന്നു. പൗലോസിനെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? കിട്ടിയ സന്ദർഭങ്ങളെല്ലാം ഉപയോഗിക്കുക. തന്നെ ശുശ്രൂഷിപ്പാനായിട്ട് സഹോദരന്മാർ വരുന്നുണ്ട്. ഒരു വാടകയ്ക്കെടുത്ത ആയതുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാം, സഹോദരന്മാരൊക്കെ വന്ന് പോവുകയും കാണുകയൊക്കെ ചെയ്യും, അല്ലേ? പക്ഷെ പൗലോസിനെ ബന്ധനത്തിലാക്കി ഇവിടെ വന്ന് ഇരിക്കുമ്പോഴേ അവർക്കൊക്കെ ഭയമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും ഉള്ളില്. പക്ഷെ ഇവിടെ പൗലോസിനെ ഒന്ന് നോക്കിയേ. പൗലോസിനെ കാണുന്നവരാ. ഓരോ ദിവസവും വരുമ്പം തന്നോടുകൂടെ ബന്ധിക്കപ്പെട്ട പടയാളികളോടും സുവിശേഷം അറിയിക്കുന്നു. അപ്പൊ ആ ധൈര്യം, ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ ആ പരമാധികാരത്തിലുള്ള ആശ്രയം, എനിക്ക് ഭവിച്ചത് ഇത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി തീർന്നുള്ള പൗലോസിന്റെ സാക്ഷ്യമൊക്കെ മറ്റുള്ളവരിലും ധൈര്യം പകരുവാനായിട്ട് ഇടയായി തീർന്നു. അവരൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ആ പേടിയൊന്നും ഇല്ലാതെ അവരെ ഭയം കൂടാതെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിപ്പാൻ കാരണമായി തീർന്നു. അവർ പൗലോസിന്റെ ആ കഷ്ടതയുടെ നടുവിലും ആ ബന്ധനത്തിന്റെ നടുവിലും സുവിശേഷം അറിയിക്കാനുള്ള പൗലോസിന്റെ ധൈര്യം അവരിലും ധൈര്യം പകരുവാനായി തീർന്നു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പൗലോസിന്റെ ബന്ധനങ്ങൾ വന്നു കഴിഞ്ഞാൽ സുവിശേഷം അവിടം കൊണ്ട് നിർത്തുമെന്ന് വിചാരിച്ചു കാണും പലരും, അല്ലേ? പക്ഷെ അവിടെയൊന്നും നിന്നില്ല. ആ വചനം അവരുടെ ആ കൂടെയുള്ള വചനവുമായി പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട്
കാരണമായി തീർന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ അവര് അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന് കാണും, എന്നിട്ട് എല്ലാവരെയും പൗലോസിന്റെ വീടിനകത്തോട്ട് വരുത്തുമായിരിക്കും ദൈവവചനം പഠിപ്പിക്കാനായിട്ട്. അതും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അത് നമുക്കിപ്പോഴും പൗലോസിന്റെ ബന്ധനങ്ങൾ നമുക്കും ധൈര്യം പകരുന്നതല്ലേ, അല്ലേ? അവിടെ പറയുന്നുണ്ട്, അവര് ധൈര്യം പൂണ്ട് അവര് ആ കോൺഫിഡന്റ്, പൗലോസിന്റെ ചെയിനിൽ അവർ കോൺഫിഡന്റ് ആയിട്ട് അവര് ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ഇടയായി തീർന്നു. അവര് പൗലോസിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? കാവലായിട്ട് ഇരിക്കുന്ന പടയാളികളോടും സുവിശേഷം പറയുന്നു, തന്റെ സംഘടനകളിൽ സന്തോഷിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലേ? അപ്പം പൗലോസിനെ ദൈവം കാണുന്ന, ദൈവം കരുതിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ അവർ കാണുകയാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം പൗലോസിൽ കാണുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ആത്മാവിന്റെ നീതിഫലം അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. തൻ്റെ ബന്ധനങ്ങളൊക്കെയും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുമെന്ന് അവരറിഞ്ഞുകൊണ്ട് പൗലോസിന്റെ ബന്ധനങ്ങൾ അവർ ധൈര്യം കൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനായിട്ട് കാരണമാകുവാനായിട്ട് തീർന്നു. അതുപോലെ തന്നെ അവർക്ക് ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കാനായിട്ടായിരുന്നു. വിശ്വസ്തനായ ഒരു ദൈവത്തെ അവർ കണ്ടു. പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ പൗലോസിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ദൈവം എങ്ങനെയാ ഈ തടവറയിലും ഈ ബന്ധനത്തിന്റെ അവസ്ഥയിലും ഈ കാരാഗൃഹത്തിന്റെ അവസ്ഥയിലും ഈ കഷ്ടതയുടെ അവസ്ഥയിലും ദൈവം എങ്ങനെ സമീപസ്ഥനായി തീരുമെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ചിലവർ വിചാരിക്കും പള്ളിയിൽ പോയാൽ മാത്രമേ ദൈവമുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ മാത്രമേ ദൈവമുള്ളൂ. പക്ഷെ നമ്മുടെ ഏത് കഷ്ടതയുടെ അടിവിലും അടുത്തു വന്ന് കരം പിടിക്കുന്ന ഒരു ദൈവമാണ് ഉള്ളത്. ആ പൗലോസിനെ ആ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ അറിയാനായിട്ട് കഴിയുന്നു. കാരണം സൗഖ്യമാക്കുന്ന, സമാധാനം നൽകുന്ന, കഷ്ടതയിൽ ആശ്വാസമായിരിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് 2 കൊരിന്ത്യർ പറയുന്നുണ്ട്. മനസ്സലിവുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്ന ഒരു ദൈവം, സർവ്വാശ്വാസം നൽകുന്ന ഒരു ദൈവത്തെ അവർക്കും മനസ്സിലാകുവാനായിട്ട് കഴിഞ്ഞു. അവർക്കറിയാം ഈ കഷ്ടങ്ങളിൽ നമ്മളുടെ ക്രിസ്തുവിന് പൗലോസ് 5 കൊരിന്ത്യ ലേഖനത്തിൽ പറയും, 2 കൊരിന്ത്യർ 1 അധ്യായത്തിൽ പറയുന്നത്, ഞങ്ങളുടെ കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ആശ്വാസവും പെരുകുന്നു. അവർക്കും അറിയാം, അവർക്കും കഷ്ടങ്ങൾ പെരുകയാണെങ്കിൽ അത് അവർക്കും ആശ്വാസത്തിന് കാരണമായി തീരുമെന്നറിയാം. അങ്ങനെ അവരെ പൗലോസിന്റെ ബന്ധനങ്ങളും കഷ്ടങ്ങളും എല്ലാം അവർക്ക് ധൈര്യത്തിന്, അവർക്ക് പ്രയോജനകരം, അവർ പ്രചോദനമായി തീർന്നു. അവർക്കൊരു എൻകറേജ്മെന്റ് ആയിട്ടായിരുന്നു. അവർ നല്ല കോൺഫിഡൻസിലൂടെ പഴയതിലും അധികമായി ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രസംഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പൗലോസിന് അതുപോലെ തന്നെ ഫുൾ ടൈം ദൈവത്തിന്റെ മിനിസ്ട്രി ചെയ്യുവാനായിട്ടും കാരണമായി തീർന്നു. അനേകർ ആ വീട്ടിലേക്ക് വന്ന് പൗലോസിന്റെ നിന്ന് ബൈബിൾ സ്റ്റഡിയൊക്കെ കേൾക്കുവാനായിട്ടും വചനമൊക്കെ കേൾക്കുവാനായിട്ടും കാരണമായി തീർന്നു. അപ്പം പൗലോസിന്റെ ബന്ധനങ്ങൾ, പൗലോസിന്റെ ചെയിൻസ് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി. എനിക്ക് ഭവിച്ചത് എൻ്റെ ചെയിൻസ്. ഓക്കെ, ഇനി അടുത്തത് സമയമില്ലല്ലേ, 34 ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കാം. നമുക്ക് 15-ാമത്തെ വാക്യം അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ നമ്മളിപ്പം പഠിച്ചത് 9 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് ഫിലിപ്പിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അത് 4 കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചത്. അവരുടെ സ്നേഹം മേൽക്കുമേൽ സകല പരിജ്ഞാനത്തിൽ സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. അത് അങ്ങനെ വന്നിട്ട് അവർ ഭേദാഭേദങ്ങളെ വിവേചിച്ചുമാറാകണം. ഭേദാഭേദങ്ങളെ വിവേചിച്ചിട്ട് നിർമ്മലന്മാരും ക്രിസ്തുവിന്റെ നാളിലേക്ക് ഇടർച്ചയില്ലാത്തവരുമായി തീരണം. അതുപോലെ തന്നെ നീതിഫലം നിറഞ്ഞവരായി തീരണം. അപ്പം ആ പരിജ്ഞാനം വർദ്ധിക്കണം, വിവേകം വർദ്ധിക്കണം, നല്ലതും ഏറ്റവും നല്ലതും തമ്മിൽ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മുടെ പ്രയോറിറ്റി മനസ്സിലാക്കണം. ഇതെല്ലാം ക്രിസ്തുവിന്റെ നാളിലേക്ക് പ്രയോജനപ്പെടുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഇപ്പം പൗലോസിന്റെ ജീവിതത്തിലാണെങ്കിൽ തൻ്റെ ചെയിൻസ്, ആ ബന്ധനങ്ങളിൽ അല്ലെങ്കിൽ പൗലോസ് വിഷമിച്ചിരുന്നതാണെങ്കിൽ അതൊന്നും ഒരു ഫലവും ഉണ്ടാകത്തില്ലായിരുന്നല്ലേ. പക്ഷെ ആ ബന്ധനങ്ങൾ തൻ്റെ ലിമിറ്റേഷനിലും പൗലോസ് നോക്കാതെ അത് വിന്നിങ് സോളിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ എന്താ പറയുക, നഷ്ടപ്പെട്ടവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കാനായിട്ട് ഓരോ തൻ്റെ അടുത്ത് വരുന്ന ഓരോ ആളിനോട് സുവിശേഷം പറയുവാനും അനേക ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അതുമൂലം അനേകം ആത്മാക്കളെ
ദൈവത്തിങ്കിലേക്ക് നയിക്കാനായിട്ട് കഴിയാക്കി തന്നെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് നമ്മുടെ അക്കരെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഒന്നുമില്ല. എല്ലാ ലോകം മുഴുവൻ പിടിച്ചടക്കിയ അന്നത്തെ ഉണ്ടായിരുന്ന രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞായിരുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ രണ്ട് കൈയും പെട്ടിയുടെ പുറകിൽ വെളിയിലോട്ട് ഇട്ടേക്കണം അല്ലേ, ഞാൻ എല്ലാം നേടി പഠിച്ചു, പക്ഷെ ഞാൻ എല്ലാം അവിടെ ഇട്ടിട്ടാ പോകുന്നത്, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല അല്ലേ. പക്ഷെ ദൈവത്തിന്റെ മക്കൾക്ക് ഇങ്ങനെ പറയാൻ കാണും, നമ്മൾ കൊണ്ടുപോകുന്നതുണ്ട്, നമ്മളിലൂടെ ദൈവവനം അറിഞ്ഞവരവിടെ ഉണ്ട്. വലിയൊരു പ്രതിഫലമാണ് അവിടെ കിട്ടുന്നത്. അപ്പം പൗലോസ് തൻ്റെ ചങ്ങലകളിൽ നിരാശനായിട്ടിരിക്കാതെ, കുറ്റപ്പെടുത്താതെ, ദൈവത്തെ പഴിക്കാതെ, തനിക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും ദൈവത്തിൻ്റെ നാമമഹത്വത്തിന്, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാക്കി തീർത്തു. തൻ്റെ എല്ലാ അവസരങ്ങളെയും സുവിശേഷ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്ന വലിയൊരു പ്രതിഫലം, ഒരു നീതിഫലം പൗലോസിനുണ്ട് അല്ലേ, വിന്നിങ് സോൾ. അപ്പൊ തൻ്റെ ചങ്ങലകളെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായത്. ഈ വാക്യം ഓർത്തോണം, എനിക്ക് ഭവിച്ചത്. നമുക്ക് ഓർക്കാം, എനിക്ക് ഭവിച്ചത്, എൻ്റെ ജീവിതത്തിൽ ഭവിച്ചത് എന്തിനായി തീർന്നു? മറ്റുള്ളവരെ കുറ്റം പറയാനായി തീർന്നോ? നമ്മൾ ദൈവത്തെ പഴിക്കാനായിട്ട് തീർന്നോ? നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചത്, ഇപ്പോൾ നമുക്ക് ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, അതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഇത് ഫിലിപ്പിയിലെ ജനത്തിനു വേണ്ടി എഴുതിയ കാലങ്ങളോ കഴിഞ്ഞു എങ്കിൽ തന്നെയും ഇപ്പോഴും ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. ഇത് നമ്മളോടും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്ന വചനമാണ്. അതുകൊണ്ട് നമ്മളിലും ഇത് ജീവനായി തീരണം. ഇത് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം നമുക്ക് കിട്ടുവാൻ കാരണമാക്കി തരണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ചങ്ങലയെക്കുറിച്ച് വിചാരപ്പെടരുത്, തടവറയെക്കുറിച്ച് വിചാരപ്പെടരുത്, രോഗങ്ങളെക്കുറിച്ച് വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിനും സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം അനുഭവിക്കാനായിട്ട് കാരണമായി തരണം. നമ്മൾ ഈ കഷ്ടങ്ങളിലൊക്കെ പഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയും മറ്റുള്ള കൂടെ ഇരിക്കുന്നവരുടെ സമാധാനം കെടുത്തിക്കളയുകയും ചെയ്യുക, അല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ ആ സമയം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക സമാധാനം പ്രാപിപ്പാനായിട്ട് ശ്രമിക്കുക. ഈ വചനങ്ങളെല്ലാം അത് നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കും, നമ്മുടെ ജീവിതത്തിന് പ്രയോജനം നൽകുന്നതായിരിക്കണം. പൗലോസ് പറയുന്നില്ലേ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. വഴക്ക് കിട്ടട്ടെ, പ്രശ്നം വരട്ടെ, അതിനെ ദൈവത്തിന് സ്തോത്രം പറയാം, അതിനായി സ്തോത്രം എന്ന്. തൻ്റെ തടവറയ്ക്കാൻ പൗലോസ് സ്തോത്രം പറഞ്ഞില്ലേ. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതായിരുന്നു, എന്തുവാ, ഞാൻ റോമ ഗവൺമെന്റിന്റെ ബദ്ധനായിട്ടിരിക്കുക. അവിടെ പറയാം, ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാ, ഞാൻ ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നെന്നാ പറയുന്നത് അല്ലേ. അപ്പം എൻ്റെ ബന്ധനങ്ങൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനും അതുപോലെ തന്നെ സുവിശേഷത്തിനും അഭിവൃദ്ധിക്കും കാരണമായി തീർന്നു. അപ്പം നമ്മളും എപ്പോഴും സന്തോഷിക്കാനും എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാനും നമ്മയും ഈ വചനങ്ങളെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.